കസേര കിട്ടിക്കഴിഞ്ഞപ്പോ അവിടുന്ന് ഇവിടുന്ന് വന്ന ആൾക്കാർ അത് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചേർത്തിയെ കാണിച്ച് അനീത്തിനെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരനുഭവം 100% നിലപാടിന്റെ ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു കേവലം ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മുടെ വിജയ് 120 സീറ്റ് ഉറപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് എന്താണ് CM പദവിയിലോട്ട് കയറി കഴിഞ്ഞു. എന്നാൽ നമുക്കിവിടെ കേരളത്തിൽ 102 സീറ്റോടെ ഒരു കേവലം ഭൂരിപക്ഷത്തോടെ UDF സർക്കാർ എന്താണ് മുന്നണിയിൽ വന്നിട്ടും ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നിപ്പം ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പം 9ാമത്തെ ദിവസമാണ്. ഈ 9ാമത്തെ ദിവസവും എന്താണ് ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം മുഖ്യമന്ത്രി ഇല്ലാത്തത്? അങ്ങോട്ട് ഇങ്ങ വരെ ഈ 3 പേർക്ക് വിട്ടുള്ള അടിപിടിയാണ്. VT സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഹൈക്കമാൻഡിന് പോലും ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ശരിയായൊരു വിഷനും ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമായിരുന്നു. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, ഇപ്പൊ BJP എത്ര ദിവസം എടുത്തു, 10-30 ദിവസം കൊടുത്തല്ലോ അങ്ങ് ബീഹാറിലും മറ്റവിടെയൊക്കെ ഒരു മുഖ്യമന്ത്രി എടുക്കാൻ. ഇപ്പം എന്താണ് നമുക്ക് UDF-നാണോ ഇത്ര പ്രശ്നം? UDF-ന് വന്നപ്പോഴാണോ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ വന്നതെന്ന്? ശരി, ആയിക്കോട്ടെ. ഇതിപ്പോ മെയ് മാസമാണ്. മെയ് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 13ാം തീയതിയാണ്, മെയ് 13ാം തീയതി. ഇനി ആഴ്ചകൾ 2-3 ആഴ്ച കഷ്ടിച്ച് കിട്ടും. കുട്ടികളുടെ പാഠപുസ്തകം ഇതുവരെ അച്ചടിച്ചിട്ടില്ല എന്ന് കേൾക്കുന്നു. എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയപ്പോ അതെല്ലാം പെൻഡിങ് ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പൊ അതൊക്കെ ഗുരുതരമായി ബാധിക്കും. ഇപ്പൊ എന്താണ് മുഖ്യമന്ത്രി കസാരയ്ക്കുള്ള അടിയേ നടന്നിട്ടുള്ളൂ. ഇനി ബാക്കി കടക്കുകയാണ്. മന്ത്രി കസാരകൾക്കുള്ള അടികൾ വേറെ കടക്കുകയാണ്. അതിനി കണ്ടു തന്നെ അറിയണം. അപ്പൊ ഈ അടിയും പിടിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പം ഒരു നല്ലൊരു ഭരണം തുടങ്ങുമെന്ന് അറിയത്തില്ല. അതിനോടകം തന്നെ ഇപ്പം SFI-ക്കാര് രംഗത്തിറങ്ങി കഴിഞ്ഞു. 10 വർഷത്തിന് വിരാമം ഇട്ടുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ എന്താണ് പ്രകടനവും തെരുവിൽ കോട്ടയത്ത് സംഭവം അതിക്രമം തൊടുത്തു വിട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷം നമ്മൾ ഹർത്താലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇനിയിപ്പം തന്നെ UDF-ന്റെ കയ്യിലോട്ട് ഭരണം വന്നു. നേരത്തെ ഇവർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഹർത്താൽ ഉണ്ടാക്കാൻ. പക്ഷേ UDF കയറി കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ ഹർത്താൽ ഉണ്ടാക്കും, കാരണം ഇല്ലാത്ത കാരണം കണ്ടെത്തി ഹർത്താൽ ഉണ്ടാക്കും. ഇനി ജനങ്ങൾക്ക് മറന്നിരുന്ന ഹർത്താൽ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഇനി കാണാം. ഇനി എത്ര പേർക്ക് ദിവസേന വേതനത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന എത്ര പേർക്ക് ഇനി സ്ഥിരം ജോലിക്ക് പോകാൻ പറ്റുമെന്ന് കണ്ടറിയണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പൊ വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ എന്താണ് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇത്രയും ദിവസമായിട്ട് 9 ദിവസമായിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ കിട്ടിയില്ല. തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാൻ വൈകിപ്പിക്കുന്നത്? ഒരു പക്ഷേ KC വേണുഗോപാൽ ആയേക്കാം എന്നാണ് ഇപ്പം എന്റെ ഒരു നിഗമനം. പിന്നെ അങ്ങനെയല്ല, KC വേണുഗോപാൽ ഇല്ലെങ്കിൽ മറ്റാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആകാനും ചാൻസ് ഉണ്ട്. എന്നാലും VT സതീശനാകാണ്ട് യാതൊരു ചാൻസും ഞാൻ ഇതുവഴി കാണുന്നില്ല. അഥവാ KC വേണുഗോപാൽ ആയിട്ടുണ്ടെങ്കിൽ KC എന്താണ് തീർച്ചയായിട്ടും എന്താണ് ജനങ്ങളെ അല്ലെങ്കിൽ മീഡിയാസിനെ എന്താണ് അഭിമുഖം കൊടുക്കേണ്ടി വരും. അഭിമുഖം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഉളുപ്പോട് കൂടി മാത്രമേ KCക്ക് ആ അഭിമുഖം കൊടുക്കേണ്ടി വരികയുള്ളൂ. കാരണം ബൈറ്റ്സ് കൊടുക്കണമല്ലോ. ബൈറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി പറയാൻ പോകുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പക്ഷെ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടെയാണ് ഞാൻ ഇത് മുഖ്യമന്ത്രിയായിട്ട് വന്നത്. ഹൈക്കമാൻഡ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുഖ്യമന്ത്രി പദവി താല്പര്യമില്ല. പക്ഷെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു, അത് ഞാൻ അനുസരിച്ചു. ഇതെല്ലാം തികച്ചും പാർട്ടിയുടെ തീരുമാനം മാത്രമാണെന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, KC വേണുഗോപാലിന് ഇങ്ങനെ ഒരു എന്താണ് ആഗ്രഹമില്ലെങ്കിൽ ഹൈക്കമാൻഡിനെ നേരിട്ട് അങ്ങ് അറിയിച്ചാൽ പോരായിരുന്നു. പിന്നെ എന്തിനാണ് മൗനം പാലിച്ചെന്ന് അറിയണം. ഇനി അഥവാ ഇതെല്ലാം ഒരു മുട്ടാ ന്യായം തന്നെയായിരിക്കും. ഒരു പക്ഷേ KC വേണുഗോപാലിനെ ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴ നിന്ന് മത്സരിച്ചാണ് പുള്ളി MP സ്ഥാനത്തിലോട്ട് വന്നത്. അപ്പം എന്താണ് KC ഉറപ്പായിട്ടും രാജിവെക്കേണ്ടി വരും. ഈ ഒരു എന്താണ് CM പദവിയിലോട്ട് വരുവാണെങ്കിൽ രാജിവെക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെ ഒരു ഇലക്ഷൻ വരും. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എന്താണ് BJP-യിൽ നിന്ന് ശോഭാ സുരേന്ദ്രനോ മറ്റാരെങ്കിലും, അതായത് മറ്റാരെങ്കിലും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ BJP-ക്ക് ഒരു സീറ്റും കൂടെ കിട്ടാണ്ട് അത് കാരണമാവും. ഇപ്പം തിരുവനന്തപുരത്ത് മേയർ ആയിരിക്കുന്നത് ഒരു BJP പ്രവർത്തകരാണ്. അതുപോലെ തന്നെ നേമത്ത് ഉൾപ്പെടെയുള്ള 3 സീറ്റുകളിലോട്ട് MLA-മാർ ഇപ്പം BJP-യിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ വളരെയധികം ഗുരുതരവും. അത് ഒരുപക്ഷെ എന്താണ് ഹൈക്കമാൻഡ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് KC-യിലാണോ ഇനി അത് രമേശ് ചെന്നിത്തലയിലോട്ട് മാറും എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് രമേശ് ചെന്നിത്തലയെ വെച്ചേക്കാം. എന്ന് വെച്ചാൽ AK ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപക്ഷെ സജസ്റ്റ് ചെയ്യുന്നത് സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ എന്താണ് താല്പര്യം രമേശ് ചെന്നിത്തലയായിരിക്കും. അദ്ദേഹമാണ് മുതിർന്ന നേതാവ്. പിന്നെ VT സതീശൻ വളരെ ചെറുപ്പമായതുകൊണ്ട് തന്നെ ഇനിയും അവസരങ്ങളുണ്ട്. 10-52
32 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി അവസരങ്ങളുണ്ട്. അദ്ദേഹം എന്ന കോൺഗ്രസിൽ ഇരുന്ന് പഠിക്കട്ടെ, ഒന്നും കൂടെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കട്ടെ എന്ന് വേണമെങ്കിൽ സോണിയാഗാന്ധി പറഞ്ഞിരിക്കും. അപ്പൊ സോണിയാഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ്, തലമുതിർന്ന ഒരു നേതാവ് പറയുമ്പോഴത്തേക്ക് വി.ഡി. സതീശൻ അത് അനുസരിക്കേണ്ടി വരും. ഒരു ഉറപ്പോടെ ആയിരിക്കും. എന്ന് വെച്ചാൽ അടുത്ത തവണ എന്താണ് മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഉറപ്പോടെ ചിലപ്പം വി.ഡി. സതീശന് മാറി നിൽക്കേണ്ടി വന്നേക്കാം എന്നാണ് എനിക്കൊരു പക്ഷേ തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ പോക്ക്. എന്നാലും ഇതുവരെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. ഇന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കാര്യങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. പിന്നെ രാവിലെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, സോണിയാഗാന്ധി ആശുപത്രി പ്രവേശിച്ചു എന്നുള്ള ഒരു വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെ പോയി എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്ന് ഒരു ഇതുമില്ല. പക്ഷെ എന്താണ്, ജനങ്ങൾ ഭയങ്കര ജനവികാരം ഒന്ന് തണുത്താറിയ ശേഷം മാത്രമേ ഇതിനൊരു അന്ത്യം കാണുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്, അതെ, ഫ്ലെക്സ് ഒക്കെ നീക്കം ചെയ്യണമെന്ന് KPCC നിന്ന് നിർദ്ദേശം കിട്ടിയപ്പോഴത്തേക്ക് സ്വിച്ച് ഇട്ട പോലെയാണ് ഈ ഫ്ലെക്സുകളെല്ലാം നീക്കം ചെയ്തത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമൊക്കെ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടായിരുന്നു. അതും വി.ടി. സതീശനെ ഉദ്ദേശിച്ച് തന്നെയായിരിക്കും ചോദിച്ചത്. കാരണം ഇതെല്ലാം വി.ടി. സതീശൻ എന്നാണ് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് സൃഷ്ടിച്ചതാണോ എന്നൊക്കെ ആണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ജനവികാരം ആക്ച്വലി എന്നാണ് ഈ വി.ടി. സതീശന്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ വി.ടി. സതീശൻ ഇത്തവണ എന്താണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ വരത്തില്ല. അപ്പൊ നന്നായിട്ട് ഈ കോൺഗ്രസ് ഒന്നും കൂടെ ഒന്ന് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആക്കാമെന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ വി.ടി. സതീശൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഒരു ഒപ്പീനിയൻ, എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ തവണ മുഖ്യമന്ത്രി ആക്കിയില്ല, അടുത്ത വർഷം വി.ടി. സതീശൻ വേണമെങ്കിൽ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചാൽ ഈ ജനങ്ങൾ മൊത്തം ഒരുപക്ഷെ കൂടെ നിന്നേക്കും കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് ഇതിനകത്തുണ്ട്. കാരണം കോൺഗ്രസും അല്ല, CPM അല്ല, BJP അല്ല, വേറൊരു അനദർ പാർട്ടി വി.ടി. സതീശന് എന്താണ് രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹം അത് നേടുകയും അതിനൊരു ഉദാഹരണമാണ് ഈ 5 വർഷം പുള്ളി ഓപ്പോസിഷൻ ലീഡറായിട്ട് നിന്നിട്ട് ഈ ഒരു ഇലക്ഷനെ നയിച്ച ഒരു കാര്യം. അതിൽ അവിൻ ബാർക്കിയൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ എന്നാണ് ആറന്മുളയിലോട്ട് വിടുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി തോൽപ്പിക്കാൻ വേണ്ടിയാണ്, തോൽപ്പിച്ചിട്ട് നീ തിരിച്ചു വരണം എന്നൊക്കെ ഒരു കാര്യമൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വാർത്തയിലൂടെ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മള് സമരങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പോസിഷൻ മന്ത്രി ഈ തവണ എന്താണ് നമ്മുടെ പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ഒരു കേൾവിയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും BJP ഓപ്പോസിഷൻ മന്ത്രിയായിട്ട് വരുവാണെങ്കിൽ BJPക്കും കോൺഗ്രസിനും ഒരുപക്ഷെ കുറച്ചും കൂടെ സീറ്റ് അടുത്ത തവണ കിട്ടാൻ ചാൻസ് ആവും. പക്ഷെ ഇങ്ങനെ കടിപിടിയാണെങ്കിൽ ഇനി ഇവരെങ്ങനെ ഭരിക്കും എന്നുള്ള കാര്യം കണ്ടറിയണം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് എന്താണ് ഒരു മന്ത്രിയെ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇന്ന് മുഖ്യമന്ത്രി നമുക്ക് കിട്ടുമെന്ന്. നമ്മൾ ഇനി ഇങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ടി മേ ബി വരുമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അടി എന്താണെന്ന് നമ്മൾ അങ്ങനെ നോക്കിയിരിക്കുന്നത്. ഇനി മന്ത്രി സീറ്റുകളുടെ ഒരു അടി ഉണ്ടല്ലോ. അപ്പം എന്താണെന്ന് കണ്ടറിയണം. ഇനി ആഭ്യന്തരം ആർക്ക് കൊടുക്കും, ധനകാര്യം ആർക്ക് കൊടുക്കും, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കസേര മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.